Good morning. Good morning, Miss. Good morning, Miss. Good morning. Okay. ഇന്നലെ നമ്മൾ എടുത്തത് ഇൻപേഷ്യന്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞല്ലേ നമ്മള് 3 കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാല്? ഓർമ്മയുണ്ടോ ഇന്നലെ പറഞ്ഞ കാര്യങ്ങള്? എന്തായിരുന്നു ഇൻപേഷ്യന്റ്? അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റിനെയാണ് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്? ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇന്നലെ ഇൻട്രൊഡക്ഷനില്. ഇൻപേഷ്യൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, 24 hours into 7 days. ഓക്കെ, അവൈലബിൾ ആയിരിക്കും ഡോക്ടേഴ്സ്. ഇൻഡോർ പേഷ്യൻസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്? ബെഡ് അല്ലെ, പ്രൊവൈഡ് ചെയ്യുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ബെഡ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങള്. ഇനി പേഷ്യൻസിന്റെ രോഗത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടായിരിക്കും അവിടെ കിടത്തി ചികിത്സിക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇനി നെക്സ്റ്റ് ആണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോ നെക്സ്റ്റ് ആണ് അഡ്മിഷൻ. വാട്ട് ഈസ് അഡ്മിഷൻ? ഇറ്റ് മീൻസ് allowing a client to stay in the hospital or observation, investigation and treatment of diseases he is suffering from. എന്താണ് അഡ്മിഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് ആ രോഗിയെ നിരീക്ഷിച്ചല്ലേ, എന്താണ് അദ്ദേഹത്തിന് രോഗം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, രോഗകാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി, ലാബ് ടെസ്റ്റുകള്, സ്കാനുകളാണെങ്കിൽ സ്കാനുകൾ നടത്തും. അതുപോലെ തന്നെ പല ടെസ്റ്റുകളും ഇൻവെസ്റ്റിഗേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലാബ് ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അങ്ങനെയുള്ള പല ടെസ്റ്റുകളിലൂടെ രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ എന്താണ്, രോഗിയെ ഹോസ്പിറ്റലിൽ കിടക്കാനായിട്ട് അനുവദിക്കുന്ന അതിനെയാണ് നമ്മൾ അഡ്മിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ 3 കാര്യങ്ങളും അവിടെ നോക്കുന്നുണ്ട് അല്ലെ? ഒബ്സർവേഷൻ ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിനു ശേഷം രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങൾക്ക് വേണ്ടി ഈ 3 കാര്യങ്ങള് ഇൻവെസ്റ്റിഗേഷൻ, ഒബ്സർവേഷൻ, ട്രീറ്റ്മെന്റ്, ഈ 3 കാര്യങ്ങൾക്കും വേണ്ടി ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാൻ അനുവദിക്കുന്നതിനെയാണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒബ്സർവേഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്, ഈ 3 കാര്യങ്ങൾക്കും വേണ്ടി ഒരു രോഗിയെ ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യാൻ അനുവദിക്കുന്നു. അതിനെയാണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ആണോ അഡ്മിഷൻ എന്താണെന്ന്? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. എന്തൊക്കെയാണ് പർപ്പസ് എന്ന് പറഞ്ഞാൽ? എന്താണ് പർപ്പസ്? ഒന്നും കൂടി പറയണോ? അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ നമ്മൾ പ്രവേശിപ്പിക്കും അല്ലെ? ഓക്കെ, ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നു, അതിനെയാണ് നമ്മൾ അഡ്മിഷൻ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് പ്രവേശിപ്പിക്കുന്നത്? ഒരു രോഗം അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ ആ രോഗിയെ ഒബ്സർവേഷൻ ചെയ്യണം, എന്താണ് രോഗം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒബ്സർവേഷൻ ചെയ്തു, പല ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി, എന്താണ് എന്ന് രോഗം ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കണം. ഓക്കെ, രോഗിയെ
ഒബ്സർവേഷൻ ചെയ്യാനായിട്ട് അതുപോലെ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി രോഗം ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ആ പ്രോസസ്സിനെയാണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ 3 കാര്യങ്ങളാണ്? ഒബ്സർവേഷൻ ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രോഗിയെ ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യാൻ അനുവദിക്കുന്നതിനെയാണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, പർപ്പസ് എന്താണ്? ഉദ്ദേശം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ലക്ഷ്യം എന്ന് പറയുന്നുണ്ട് അല്ലെ? ലക്ഷ്യം. അപ്പോ അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ലക്ഷ്യങ്ങള് അല്ലെങ്കിൽ ഉദ്ദേശങ്ങള് ഓക്കെ എന്താണ് എന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ്, ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ. എന്തായിരിക്കും? ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ എന്തായിരിക്കും? നല്ല രീതിയിൽ ഉടനടി അല്ലെ, പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് അല്ലെങ്കിൽ ഉടനടി. ഉടനടി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ രോഗികൾക്ക് ഇത് കൊടുക്കണം, പരിചരണം കൊടുക്കണം. ഇതാണ് ഫസ്റ്റ് പർപ്പസ്. ഇനി എന്താണ്? ടു പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി ടു ദ പേഷ്യന്റ്. എന്തായിരിക്കാം? പറയാൻ പറ്റുമല്ലോ. ടു പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി ടു ദ പേഷ്യന്റ്. എന്തായിരിക്കാം ഒന്ന് പറഞ്ഞു നോക്കി. സുരക്ഷ ഉറപ്പുവരുത്തണം അല്ലെ. അതുപോലെ തന്നെ കംഫർട്ട്നെസ്സും രോഗികൾക്ക്, അവിടെ വരുന്ന രോഗികൾക്ക്, അഡ്മിറ്റ് ആയ പേഷ്യൻസിന് സുരക്ഷയും കംഫർട്ടും പ്രൊവൈഡ് ചെയ്യാം. ഇനി എന്താണ്? ടു റിസീവ് ദ പേഷ്യന്റ് ഇൻ വാർഡ് ഫോർ അഡ്മിഷൻ ആസ് പെർ ഹിസ് കണ്ടീഷൻ. ഇപ്പൊ നമ്മള് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും അസുഖമായിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോ ആദ്യം കാഷ്വാലിറ്റിയിലോട്ടാണല്ലേ പോകുന്നത്. അതിനുശേഷമാണ് രോഗിയെ കിടത്തണോ വേണ്ടയോ ഒന്ന് തീരുമാനിക്കുന്നത്. രോഗിയുടെ കണ്ടീഷൻ നോക്കിയിട്ടായിരിക്കും. അപ്പോ ആദ്യം നമ്മള് കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരുമ്പോ അതിനുശേഷം ഒന്ന് അയാളുടെ എന്താണ് ഹെൽത്ത് കണ്ടീഷൻ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ എവിടേക്ക് മാറ്റാറുണ്ട്? റൂമിലേക്കോ അല്ലെങ്കിൽ വാർഡിലേക്കോ നമ്മൾ മാറ്റാറുണ്ട് അല്ലെ. ഹെൽത്ത് കണ്ടീഷൻ, അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് വേണം എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. റൂമിലേക്കോ അല്ലെങ്കിൽ വാർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യാൻ. അതാണ് ആ പോയിന്റിൽ പറയുന്നത് കേട്ടോ. ടു റിസീവ് ദ പേഷ്യന്റ് ഇൻ വാർഡ് ഫോർ അഡ്മിഷൻ ആസ് പെർ ഹിസ് കണ്ടീഷൻ. അയാളുടെ കണ്ടീഷൻ, പേഷ്യന്റിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് വേണം വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഇനി എന്താണ്? ടു ബി റെഡി ഫോർ എനി എമർജൻസീസ്. എന്താണ്? അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് ആണ് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ, കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസ്. അപ്പൊ എന്താണ്? എല്ലാ എമർജൻസിയും നമ്മള് അപ്പോ അവിടെയുള്ള ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും മറ്റ് സ്റ്റാഫുകളായാലും എമർജൻസി കേസുകൾ വരും എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ റെഡി ആയിട്ടിരിക്കണം. പിന്നെന്താണ്? To obtain information about the client so as to establish a therapeutic nurse-patient relationship. Therapeutic എന്ന് പറഞ്ഞാല് ചികിത്സാപരമായ നേഴ്സും അവിടെ വരുന്ന പേഷ്യന്റും തമ്മില് നല്ല രീതിയിലുള്ളൊരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഫോർ എക്സാമ്പിൾ, ഒരു മെന്റലി സ്റ്റേബിൾ അല്ലാത്തൊരു പേഷ്യന്റ് വരികയാണെങ്കിൽ ഡോക്ടറെ കണ്ട് അവൻ കൺസൾട്ട് ചെയ്തു. അതിനുശേഷം ഡോക്ടർ പറയുകയാണ്, എന്ത് പറയും? വീട്ടിലേക്ക് പൊക്കോളൂ എന്ന് പറയോ? അപ്പൊ തന്നെ വീട്ടിലേക്ക് പോവാൻ പറയും. മെന്റലി സ്റ്റേബിൾ അല്ലാത്ത പേഷ്യന്റ് ആണെങ്കിൽ ഇല്ലല്ലേ. അവിടെ എന്ത് ചെയ്യാറുണ്ട്? അവിടെ നോക്കി അയാൾക്ക് എപ്പോഴാണ് അസുഖം വരുന്നത്, ഏത് ടൈമിലാണ്, അതുപോലെ തന്നെ അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ. എങ്ങനെയുള്ളതാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ എന്താണ് ഒബ്സർവേഷൻ ചെയ്യുക, അയാൾക്ക് എപ്പോഴാണ് അസുഖം വരുന്നത്, അതുപോലുള്ള കാര്യങ്ങൾ, അയാളുടെ ബിഹേവിയർ ചെക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അയാളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പോ അയാളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഡോക്ടർക്ക് എന്നും അവിടെ അയാളുടെ കൂടിയിരിക്കാൻ പറ്റുമോ? പകരം ആരായിരിക്കും ഇരിക്കുന്നത്?
ആരായിരിക്കും അയാളെ സഹായിക്കാൻ, ആ പേഷ്യന്റിനെ സഹായിക്കാൻ ഉണ്ടാകുന്നത്? അടുത്ത് നേഴ്സുമാരായിരിക്കും അല്ലെ? ഓക്കെ. അപ്പൊ നേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ആ രോഗിയെ ഒബ്സർവ് ചെയ്ത് അയാളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാനായിട്ട് പറ്റില്ലേ? അങ്ങനെയല്ലേ നേഴ്സുമാരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇപ്പൊ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ചോദിക്കും, നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ? കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാറുണ്ട് നമ്മളോട് അല്ലെ? ഏത് മരുന്നാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നുകൾ കഴിച്ചിട്ടുണ്ടോ, അങ്ങനെ നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കാറുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്, പേഷ്യന്റും നേഴ്സും തമ്മിലൊരു തെറാപ്യൂട്ടിക് ചികിത്സാപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. ഓക്കെ, ക്ലിയർ ആയില്ല പോയിന്റ്? പിന്നെന്താണ്? ടു ഇൻവോൾവ് പേഷ്യൻസ് ആൻഡ് ഫാമിലി ഇൻ കെയർ. എന്താണ് നമ്മൾ പറഞ്ഞു? ഇപ്പോ മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ഫാമിലിനെയും കൂടി കെയറിങ്ങില് ഉൾപ്പെടുത്തേണ്ടതുണ്ട് അല്ലെ? പേഷ്യന്റും അതുപോലെ തന്നെ ഫാമിലിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? അയാൾക്ക് വേണ്ടിയിട്ടുള്ള കെയറിങ്ങില് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെന്താണ്? ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ. അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസിസ്റ്റ് എന്തായിരിക്കാം? അസിസ്റ്റ് എന്ന് പറഞ്ഞാല് ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക. ഇപ്പോ മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരു പേഷ്യന്റ് ആണെങ്കിൽ അയാളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികളൊക്കെ കാരണം ഫാമിലിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും അല്ലെ? പല വിഷമതകളിലൂടെ കടന്നു പോകുന്നതായിരിക്കും ആ ഫാമിലിയും. അതുകൊണ്ട് തന്നെ ആ ഫാമിലിക്കും അതുപോലെ തന്നെ പേഷ്യന്റിനും ചികിത്സാപരമായിട്ടുള്ള സഹായങ്ങള് അസിസ്റ്റ്മെന്റ് നൽകണമെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇപ്പം കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ലക്ഷ്യങ്ങള്, ഉദ്ദേശങ്ങള് എന്തൊക്കെയാണ്? ഫസ്റ്റ് പറഞ്ഞത് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക, രോഗിക്ക് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. അതുപോലെ തന്നെ കംഫർട്ട്നെസ്സും സേഫ്റ്റിയും സുരക്ഷയും ഉറപ്പുവരുത്തണം. അതുപോലെ അയാളുടെ കണ്ടീഷൻ, അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് വേണം വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എമർജൻസി കണ്ടീഷൻസ് അല്ലെങ്കിൽ എമർജൻസി കേസുകൾ വരും എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവരുടെ നഴ്സുമാരായാലും ഡോക്ടേഴ്സ് ആയാലും റെഡി ആയിട്ടിരിക്കാം. പിന്നെന്താ പറഞ്ഞത്? ചികിത്സാപരമായിട്ടുള്ള തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് നേഴ്സും പേഷ്യന്റും തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകണം. അതുപോലെ തന്നെ രോഗികൾക്ക് കെയർ കൊടുക്കുമ്പോൾ അയാളുടെ ഫാമിലിയെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കാം അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യിക്കാം. അതുപോലെ തന്നെ ഫാമിലിക്കും പേഷ്യന്റിനും അസിസ്റ്റൻസ് നൽകുക. ഓക്കെ, സഹായം നൽകുക. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് അഡ്മിഷൻ. രണ്ട് തരത്തിലുള്ള അഡ്മിഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചു അഡ്മിഷന്റെ ഡെഫിനിഷൻ അല്ലെ? അഡ്മിഷൻ എന്താണെന്ന് പഠിച്ചു, അതിന്റെ പർപ്പസ് പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് അഡ്മിഷൻ. ഫസ്റ്റ് വൺ എന്താണ്? എമർജൻസി അഡ്മിഷൻ അല്ലെ? എമർജൻസി അഡ്മിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, പെട്ടെന്നുള്ള പ്രവേശനം അല്ലെ? ഏതൊക്കെ രോഗികളെ ആയിരിക്കാം പെട്ടെന്ന് നമ്മൾ പ്രവേശിപ്പിക്കുന്നത്? എക്സാമ്പിൾ പറയാൻ പറ്റോ? സീരിയസ് ആയിട്ട് ആക്സിഡന്റ് കേസുകള്, പിന്നെ എന്തൊക്കെ വരാം? സ്ട്രോക്ക്, ഓക്കെ, അറ്റാക്ക്, ഓക്കെ, ഹാർട്ട് അറ്റാക്ക്, ഓക്കെ, പിന്നെന്തായിരിക്കാം? ഓക്കെ, നമുക്ക് നോക്കാം. പോയിസൺസ്, ഓക്കെ. Emergency admission. Clients are admitted with acute conditions requiring immediate treatment. അല്ലേ? നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് എമർജൻസി അഡ്മിഷനില് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വേണ്ട രോഗികളെയാണ് നമ്മൾ അവിടെ പ്രവേശിപ്പിക്കുന്നത് അല്ലെ? എമർജൻസി അഡ്മിഷൻ എന്ന് പറഞ്ഞാല് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വേണ്ട രോഗികള്. ഓക്കെ, അക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ തീവ്രമായ കണ്ടീഷൻ കേട്ടോ, തീവ്രമായ. ഓക്കെ,
അക്യൂട്ട് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് തീവ്രമായ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വേണ്ട രോഗികളെയാണ് എമർജൻസി അഡ്മിഷൻ ആയിട്ട് നമ്മളവിടെ പ്രവേശിപ്പിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ, ഒന്നുകൂടി ക്ലിയർ ആവും. നിങ്ങൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലയന്റ് വിത്ത് ഹാർട്ട് അറ്റാക്ക് അല്ലെ, ആക്സിഡന്റ് കേസുകൾ വരാം, പോയിസണിങ് കേസുകൾ അല്ലെ, ഇവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഇനി അപ്പൊ റുട്ടീൻ അഡ്മിഷൻ എന്തായിരിക്കാം? പറയാൻ പറ്റുമോ റുട്ടീൻ അഡ്മിഷൻ എന്താണെന്ന്? റുട്ടീൻ അഡ്മിഷൻ പതിവായിട്ട് അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന അഡ്മിഷൻ അല്ലെ. ഓക്കെ, പതിവ് പോലെയുള്ള അഡ്മിഷൻ ആണ്. The client are admitted for investigations and planned treatment for surgery. തന്നെ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ സർജറി ഒക്കെ നമ്മളിപ്പോ ഡോക്ടറെ കാണുമ്പോ നമ്മളിപ്പോ ഒരു പെട്ടെന്നൊരു സുഖമായിട്ട് ചെല്ലുമ്പോ ഡോക്ടർ പറയുന്നത് സർജറി വേണം, ഇന്ന് തന്നെ സർജറി നടത്താന്ന് പറയുമോ നമ്മളോട്? പറയാറുണ്ടോ? ഇപ്പൊ തന്നെ സർജറി വേണം? ഇല്ല. അതിനെന്താണ്, നമ്മൾ കുറെ കാര്യങ്ങൾ അവിടെ ചെക്ക് ചെയ്യണം അല്ലെ. എന്തൊക്കെയാണ്? എക്സാമ്പിൾ നോക്കിയേ. എക്സാമ്പിൾ ക്ലൈന്റ് വിത്ത് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിക്സ് ആൻഡ് ബ്രോൺചൈറ്റിസ് അല്ലെ. ഷുഗർ രോഗി അല്ലെങ്കിൽ പ്രഷർ ഒക്കെ ഉള്ള രോഗികളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് നോർമൽ ആക്കിയിട്ട് അല്ലെ, നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്ത് ഇതൊക്കെ ഒന്ന് നോർമൽ ആക്കിയിട്ടേ സർജറിക്ക് പോകുള്ളൂ അല്ലെ, അല്ലെങ്കിൽ സർജറി ചെയ്യാനായിട്ട് അനുവദിക്കുള്ളൂ ഇല്ലേ. നമ്മളോട് സർജറി ചെയ്യാനായിട്ട് വരുമ്പോൾ എന്ത് പറയും? നമുക്ക് ഇന്ന ഡേറ്റ് ഫിക്സ് ചെയ്യാം അല്ലെ. ഇന്ന ഡേറ്റിന് അതിന് മുൻപ് തന്നെ നമ്മള് പോയിട്ട് സർജറിക്ക് മുൻപായിട്ട് ആ ഡേറ്റിന് മുൻപായിട്ട് നമ്മൾ പോയി അഡ്മിറ്റ് ആയി അവിടെ എല്ലാ കാര്യങ്ങളും നോർമൽ ആയിട്ട് ഷുഗർ പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോർമൽ ആയിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സർജറി ചെയ്യുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ മുൻകൂട്ടി നമ്മൾ നേരത്തെ തീരുമാനിക്കുന്ന അഡ്മിഷനെയാണ് റുട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത്. പല ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ടെസ്റ്റുകൾ നടത്താറുണ്ട് അല്ലെ. MRI, അതുപോലെ CT സ്കാൻ, എക്സ്റേ, അതുപോലെ ബ്ലഡ് ടെസ്റ്റുകൾ, യൂറിൻ ടെസ്റ്റുകൾ, അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി നമ്മുടെ എല്ലാ കാര്യങ്ങളും നോർമൽ ആയിട്ട് അവർ എന്ത് ചെയ്യുള്ളൂ? സർജറീസിന് വിധേയമാക്കുള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ റുട്ടീൻ അഡ്മിഷൻ എന്താണ്, അതുപോലെ തന്നെ എമർജൻസി അഡ്മിഷൻ എന്താണ്? ക്ലിയർ ആയോ? ഓക്കെ, അതുപോലെ തന്നെ എമർജൻസി അഡ്മിഷന്റെ എക്സാമ്പിള് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ റുട്ടീനെയും കറക്റ്റ് ആയിട്ട് നോക്കുക. അപ്പൊ നമുക്ക് ക്ലിയർ ആവും. ക്ലിയർ അല്ലേ? ചിലപ്പോ ചോദിക്കാം കേട്ടോ റുട്ടീൻ അഡ്മിഷന്റെ എക്സാമ്പിൾ. ഐഡന്റിഫൈ ദ റുട്ടീൻ അഡ്മിഷൻ. ഓക്കെ, ചോദിക്കാം, എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ എമർജൻസി അഡ്മിഷന്റെയും എക്സാമ്പിൾ തന്നിട്ട് ഏതാണ്? ബ്രോൺചൈറ്റിസ് എന്ന് പറഞ്ഞാല് നമുക്ക് ശ്വാസതടസ്സമൊക്കെ വരില്ലേ, ശ്വസനനാള രോഗങ്ങള്, അതൊക്കെ. ഹൈപ്പർ ടെൻഷൻ അറിയാലോ. എന്താണ് ഹൈപ്പർ ടെൻഷൻ? രക്തസമ്മർദ്ദം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഡയബറ്റിസ്? എന്താണ് ഡയബറ്റിസ്? ഷുഗർ, പ്രമേഹം. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ ബ്രോൺചൈറ്റിസ് കേട്ടോ, ശ്വസനനാള രോഗം. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ എടുത്തത് അഡ്മിഷൻ എന്താണ്, അഡ്മിഷന്റെ പർപ്പസ്, ടൈപ്സ് ഓഫ് അഡ്മിഷൻ. ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കി. വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയെങ്കിൽ കമന്റ് ഇടണം കേട്ടോ. വൺ മിനിറ്റ്, ഒരു വെള്ളം കുടിച്ചോട്ടെ കേട്ടാ. അപ്പോഴത്തേക്കൊന്ന് വായിച്ചു നോക്കേ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഇനി നെക്സ്റ്റ് ആണ് അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD. ഓക്കെ, കുറച്ച് അഡ്മിഷൻ പ്രൊസീജിയർ നമുക്ക് പഠിക്കാനുണ്ട്. 9 അഡ്മിഷൻ പ്രൊസീജിയർ നമ്പർ കൊടുത്തിട്ടുണ്ട്. കുറച്ചെണ്ണം നമുക്ക് 9 വരെ നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പ്രൊസീജിയറിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? റിസീവിംഗ് ദ പേഷ്യന്റ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, OPDയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ നോക്കൂ കേട്ടോ. The personnel in the admitting department should greet and make the patient feel comfortable. എന്ത് ചെയ്യണം? നമ്മള് പേഷ്യന്റിനെ റിസീവ് ചെയ്യുമ്പോ അവർക്ക് ഗ്രീറ്റ് എന്നാണ്. ഗ്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എന്താ മീനിങ് ഗ്രീറ്റ്? വിഷ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ്? എതിരേൽക്കുക അല്ലെ? വെൽക്കം ചെയ്യുക, അവരെ എതിരേൽക്കണം. അതുപോലെ തന്നെ എന്താണ്? മേക്ക് ദ പേഷ്യന്റ് ഫീൽ കംഫർട്ടബിൾ. അവരെന്ത് ചെയ്യിക്കണം? കംഫർട്ടബിൾ ഫീലിംഗിലോട്ട് ആക്കണം അല്ലെ? കംഫർട്ട് ആക്കാം. ചിലവര് അഡ്മിറ്റ് ആവുമ്പോ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അവർക്ക് പേടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യണം? അവരെ എതിരേൽക്കുകയും നല്ല രീതിയിൽ അവരെ കംഫർട്ടബിൾ ഫീലിംഗ് കൊടുക്കുകയും വേണം. ഇനി നോക്കിയേ, ഇൻ എമർജൻസി കണ്ടീഷൻ. എമർജൻസി കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? നോ ടൈം ഷുഡ് ബി വേസ്റ്റഡ് ടു സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. നമുക്ക് ടൈം എമർജൻസി കണ്ടീഷൻ ആക്സിഡന്റ് കേസൊക്കെ ആകുമ്പോ നമ്മള് അവിടെ അവരെ എതിരേൽക്കാനോ അവർക്ക് കംഫർട്ടബിൾ ഫീൽ കൊടുക്കാനോ നമുക്ക് നേരം ഉണ്ടാവില്ല അല്ലെ? അവർക്ക് എന്ത് കൊടുക്കണം? നമുക്ക് ഫസ്റ്റ് ആയിട്ട് എന്താ കൊടുക്കേണ്ടത്? ഫസ്റ്റ് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് വേണം കൊടുക്കാനായിട്ട് അല്ലെ? ടൈം വേസ്റ്റ് ആക്കാതെ വേണം നമ്മള് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. The manner in which a doctor or nurse receives the clients in the most important aspect of reception in case of emergency. അപ്പൊ എന്താണ്? ഡോക്ടർക്കായാലും നഴ്സുമാർക്കായാലും അധികം സമയം ഉണ്ടാവില്ല. കൊണ്ടുവരുന്ന എമർജൻസി കണ്ടീഷൻസ് ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യന്റിനെ നഴ്സും ഡോക്ടേഴ്സും റിസീവ് ചെയ്ത് അവർക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ റിസപ്ഷനിൽ അപ്പോ എന്താണ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ? അവിടെ ആ വാതിലില് ആ ഡോറിന്റെ മുമ്പിൽ തന്നെ ഒരു സ്റ്റാഫ് നിൽക്കുന്നുണ്ടാവും. നമ്മൾ കയറി ചെല്ലുമ്പോൾ എന്താണ് വേണ്ടത് അല്ലെ? നമ്മൾ എതിരേൽക്കുക അല്ലെ? വെൽക്കം ചെയ്യും. അതുപോലെ തന്നെ എന്താണ് വേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. ഏതെടുക്കാൻ വന്നിരിക്കുന്നത് നമ്മൾ പറയും റണ്ണിങ് മെറ്റീരിയൽസ് ആണെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽസ് വേണം നിങ്ങൾക്ക്, അല്ലെങ്കിൽ സാരി ആണെങ്കിൽ സാരി പറയാറില്ലേ? എന്താണ്? എതിരേൽക്കാനായിട്ട് അവിടെ ഒരു സ്റ്റാഫ് നിൽക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴും എന്താണ്, ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ടാവില്ലേ? അവിടെ സ്റ്റാഫുകള് ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് പോകേണ്ടത് ഒക്കെ ചോദിക്കാറുണ്ടല്ലോ നമ്മളോട്. അപ്പൊ അവര് കാണിച്ചു തരും ഇന്ന ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ആണ്, അല്ലെങ്കിൽ എന്താണ് സെക്കൻഡ് ഫ്ലോർ ആണെങ്കിൽ സെക്കൻഡ് ഫ്ലോർ പറഞ്ഞു തരാറില്ലേ നമുക്ക് ഓരോ കാര്യങ്ങളും. അതുപോലെയാണ് നമ്മൾ പേഷ്യന്റിനെ റിസീവ് ചെയ്യുമ്പോൾ അല്ലെ? അവർക്ക് നല്ല രീതിയിലുള്ള ഒരു കംഫർട്ടബിൾ ഫീലിംഗും അവരെ എതിരേൽക്കുകയും വേണം, വെൽക്കം ചെയ്യുകയും വേണം. ഇനി എമർജൻസി കണ്ടീഷൻ ആണെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ നഴ്സുമാരായിരിക്കും നമ്മളെ പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്നത്. എമർജൻസി കണ്ടീഷൻ ആകുമ്പോ ഇനി അവർക്ക് എന്താണ് എതിരേൽക്കാനോ കംഫർട്ടബിൾ ഫീലിംഗ് കൊടുക്കാനോ ടൈം ഉണ്ടാവില്ല അല്ലെ? ഒട്ടും ടൈം വേസ്റ്റ് ആക്കാതെ നമ്മൾ എന്ത് കൊടുക്കണം? നഴ്സുമാരായാലും ഡോക്ടേഴ്സ് ആയാലും അവർക്ക് നല്ല രീതിയിലുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ? റിസീവിംഗ് ദ പേഷ്യന്റ്. ഇനി നെക്സ്റ്റ് ആണ് റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റ് വരുമ്പോ പേഷ്യൻസിന്റെ എന്താണ് ഡാറ്റകൾ അല്ലെ? ഡാറ്റകള് റെക്കോർഡ് ചെയ്യണം. ക്ലർക്ക് ഇൻ റെക്കോർഡ് സെക്ഷൻ records the data essential for identification of clients. Social data: name, age, sex, education, address, occupation, religion, income,
marital status, phone number, etc. എന്താണ് നമ്മള് ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മള് പേഷ്യന്റിന്റെ റെക്കോർഡ് അല്ലെ, ഡാറ്റകൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ആരാണ് ഡാറ്റാസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്? എന്താ വായിച്ചപ്പോ മനസ്സിലായേ? ക്ലർക്കാണ് അവിടെ പേഷ്യന്റിന്റെ സോഷ്യൽ ഡാറ്റകള് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. നോട്ട് ചെയ്ത് വെച്ചേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്ലർക്കാണ് എന്ത് ചെയ്ത് വെക്കുന്നത്? പേഷ്യൻസിന്റെ റെക്കോർഡുകള്, ഡാറ്റാസുകള് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഇനി സോഷ്യൽ ഡാറ്റയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? പേഷ്യന്റിന്റെ നെയിം, സെക്സ്, ഏജ്, എഡ്യൂക്കേഷൻ, റിലീജിയൻ, marital സ്റ്റാറ്റസ്, ഇൻകം, അതുപോലെയുള്ള കാര്യങ്ങൾ, ഫോൺ നമ്പർ, എക്സെട്ര. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ ഡാറ്റയിൽ ഉൾപ്പെടുന്നത്. രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയോ? റിസീവിംഗ് ദ പേഷ്യന്റും റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. ഇനി നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇനി അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്? നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ, ഗ്യാദർ പേഷ്യന്റ് ഇൻഫർമേഷൻ. അറിയാലോ, പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം അല്ലെ. എന്തൊക്കെയാണ് പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് ആയിട്ട് വരുന്നത്? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. നെയിം, സെക്സ്, ഏജ്, അഡ്രസ്, മൊബൈൽ നമ്പർ, എക്സെട്ര. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പേഷ്യന്റ് ഇൻഫർമേഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പ്രിപ്പയർ മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സ് എവിടെ പ്രിപ്പയർ ചെയ്യണം? പേഷ്യന്റ് അഡ്മിറ്റ് ആവുമ്പോ ഇവിടെ മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യണം അല്ലേ. ഓക്കെ, ഓരോ പേഷ്യന്റിനും ഓരോ മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്, അത് പ്രിപ്പയർ ചെയ്യുന്നത് അത്യാവശ്യമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തുന്നത്? ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, ജെൻഡർ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിൽ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്രിപ്പയർ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. എന്താണ് ബ്രേസ്ലെറ്റ്? ബ്രേസ്ലെറ്റ് എന്താ? വെരി ഗുഡ്. നെയിം എഴുതുന്നത് അല്ലെ. ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ പോയാൽ കാണാൻ പറ്റും കൈകളില് വള പോലെയുള്ള അല്ലെ നെയിം ടാഗ്. ഓക്കെ, കൈകളിൽ കാണാൻ പറ്റും. ഓരോരുത്തർക്കും വെവ്വേറെ കളറായിരിക്കും അല്ലെ. ഓരോ പേഷ്യൻസിനും കണ്ടിട്ടുണ്ടോ നിങ്ങള്? റോസ് കളർ ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള പല പല ഗ്രേ കളറ്, റെഡ് കളറ്, യെല്ലോ കളറ്. ഓരോ പേഷ്യൻസിനും ഡിഫറെന്റ് ബ്രേസ്ലെറ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, മിസ് ഒന്ന് പറഞ്ഞു തരാം. ബ്രേസ്ലെറ്റ് കേട്ടോ. ബ്രേസ്ലെറ്റ് വായിച്ചെന്നാ മതിയോ? നോട്ട് ചെയ്തിട്ടുണ്ട് മിസ്. പറഞ്ഞു തന്നോ നിങ്ങൾക്ക്? ഒന്ന് വായിക്കാം മിസ് കേട്ടോ. ബ്രേസ്ലെറ്റ് ഇൻപേഷ്യൻസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് എഴുതിയെടുത്തോളൂ. ന്യൂ ബോൺ ബേബീസിനൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ബ്രേസ്ലെറ്റ് ഇൻപേഷ്യൻസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് എഴുതി ചേർക്കുന്ന ഓരോ പേഷ്യൻസിനും നമ്മൾ ബ്രേസ്ലെറ്റ് കൊടുക്കുമ്പോ ചില കാര്യങ്ങൾ അവര് അതിനകത്ത് എഴുതി ചേർക്കാറുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് വരുന്നത്? പേഷ്യന്റിന്റെ വിവരങ്ങൾ വരുന്നുണ്ട്. പേഷ്യന്റിന്റെ വിവരങ്ങള്, അതുപോലെ ഞാൻ വായിച്ചിട്ട് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതിയെടുക്കാവുന്നതാണ് കേട്ടോ. പറഞ്ഞു തരാം ആദ്യം. പേഷ്യന്റിന്റെ വിവരങ്ങൾ വരും, അതുപോലെ തന്നെ ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്യുന്നത്, ആ ഡോക്ടറിന്റെ നെയിം ഉണ്ടാവും. അതുപോലെ തന്നെ മെഡിസിന്റെ വിവരങ്ങൾ, രോഗികൾ കഴിക്കുന്ന മെഡിസിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോ ചില രോഗികൾക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാല്, ചില മെഡിസിൻസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാല് അലർജീസ് ഉണ്ടാവാറില്ലേ, അതിന്റെ വിവരങ്ങളും അതിനകത്ത് അവര് എഴുതി ചേർത്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മള് ബ്രേസ്ലെറ്റ് ഓരോ രോഗികൾക്കും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവര് എഴുതി ചേർക്കുന്നത്. എഴുതിയെടുക്കണോ നിങ്ങൾക്ക്? ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി മിസ് പറഞ്ഞതാണ്.
ഓക്കെ. എഴുതിയെടുക്കണമെങ്കിൽ വേണ്ടവര് എഴുതിയെടുത്തോളൂ കേട്ടോ. ബ്രേസ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വേണ്ട. ഓക്കെ. ബ്രേസ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ് രോഗികൾക്ക് ചില കാര്യങ്ങൾ അവർ എഴുതി ചേർക്കാറുണ്ട്. ഫസ്റ്റ് വൺ, പേഷ്യന്റിന്റെ വിവരങ്ങള്, അതുപോലെ ഡോക്ടറെ കൺസൾട്ട്, ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്യുന്നത്, മെഡിസിന്റെ വിവരങ്ങള്, അലർജീസ് ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ ഉണ്ടാവും. ഓക്കെ. ഇനി ഓരോ ബ്രേസ്ലെറ്റിന്റെ കളറ്, അതുപോലെ തന്നെ ഏത് രോഗികൾക്കാണെന്നുള്ളത് മിസ് ഒന്ന് വായിക്കാം. വൈറ്റ് ബ്രേസ്ലെറ്റ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ കോമൺ ആയിട്ട് വരുന്ന പേഷ്യന്റിന് കൊടുക്കുന്നതാണ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ കോമൺ ആയിട്ട് വരുന്ന പേഷ്യൻസിനാണ് വൈറ്റ് ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത്. ഓക്കെ. ഇനി റെഡ് കളർ കേട്ടോ. റെഡ് കളറ് അലർജറ്റിക് അല്ലെങ്കിൽ അലർജിക് ഓർ റെയർ ഡിസീസസ് ഉണ്ടാകുമ്പോൾ സ്പെഷ്യൽ മെഡിസിൻസ് കൊടുക്കും. ഓക്കെ. അലർജി, അതുപോലെ എന്തെങ്കിലും റെയർ കേസ് ഉള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ മെഡിസിൻസ് കൊടുക്കാറില്ലേ, അവർക്കാണ് റെഡ് ബ്രേസ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ യെല്ലോ ബ്രേസ്ലെറ്റ് പ്രമേഹം, കിഡ്നി പേഷ്യൻസിന്, പ്രമേഹമുള്ള രോഗികൾക്കും കിഡ്നി പേഷ്യൻസിനുമാണ് യെല്ലോ ബ്രേസ്ലെറ്റ് നൽകുന്നത്. ഇനി ബ്ലൂ ബ്രേസ്ലെറ്റ് ഉണ്ട്. ബ്ലൂ ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത് ഐസിയുവിലെ പേഷ്യൻസിന്, ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനാണ്. ഐസിയുവിൽ കിടക്കുന്ന ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബ്ലൂ ബ്രേസ്ലെറ്റ്. ഇനി ഗ്രേ കളർ ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത് ഡയാലിസിസ്, എമർജൻസി കണ്ടീഷൻസ് നേരിടുന്ന പേഷ്യൻസിന്, ഡയാലിസിസ് പേഷ്യൻസിനും അതുപോലെ തന്നെ എമർജൻസി കണ്ടീഷൻസ് നേരിടുന്ന പേഷ്യൻസിനുമാണ് നമ്മൾ ഗ്രേ ബ്രേസ്ലെറ്റ് നൽകുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ബ്രേസ്ലെറ്റ് മനസ്സിലായല്ലോ. നമ്മള് പേഷ്യൻസിന് കൈകളിലെ വള പോലെയുള്ളൊരു ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഡിഫറെന്റ് ആയിരിക്കും, ഓരോ രോഗികൾക്കും ഡിഫറെന്റ് കളറിലായിരിക്കും ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത്. ഇനി എന്താണ്, നെക്സ്റ്റ് ആണ് കൺസെന്റ് ഫോം സൈൻഡ് അല്ലെ. കൺസെന്റ് ഫോം അറിയാലോ. കൺസെന്റ് ഫോം എന്താ? സമ്മതപത്രം. ഇപ്പൊ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഡെലിവറി ചെയ്യണമെങ്കിൽ അല്ലെ, സിസേറിയൻ ചെയ്യണമെങ്കിൽ നമ്മള് എന്ത് ചെയ്യണം? റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഹസ്ബൻഡോ എന്ത് ചെയ്യണം? സമ്മതപത്രം കൊടുക്കണം. എന്ത് പറ്റി? എഴുതിയെടുക്കുന്നുണ്ടോ ബ്രേസ്ലെറ്റ് ആരെങ്കിലും? പറയണോ മിസ്? ഓക്കെ. ഇത് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല കേട്ടോ, അറിഞ്ഞിരിക്കാൻ വേണ്ടി മിസ് പറഞ്ഞു തന്നതാണ് കേട്ടോ. PDF-ലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഒന്നുകൂടിയും പറയാം. വൈറ്റ് ബ്രേസ്ലെറ്റ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് കോമൺ ആയിട്ട് വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്നത്. റെഡ് അലർജി, അതുപോലെ തന്നെ റെയർ കേസ് ഉള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ സ്പെഷ്യൽ മെഡിസിൻ കൊടുക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് റെഡ് കളർ പ്രൊവൈഡ് ചെയ്യുന്നത്. യെല്ലോ പ്രമേഹ രോഗികൾക്കും കിഡ്നി സംബന്ധമായിട്ടുള്ള പേഷ്യൻസിനും. ബ്ലൂ ഐസിയുവിൽ കിടക്കുന്ന ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിന് ബ്ലൂ കളർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രേ കളറ് ഡയാലിസിസ്, അതുപോലെ എമർജൻസി കണ്ടീഷൻ നേരിടുന്ന പേഷ്യൻസ്. കിട്ടിയോ? ഇനി നമ്മൾ സമ്മതപത്രം പറഞ്ഞു അല്ലെ. സമ്മതപത്രം നമ്മൾ എന്ത് ചെയ്യണം? സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? സമ്മതപത്രം ഇനി മിസ് പറയണ്ടല്ലോ. ഓക്കെ അല്ലേ? ഇനി ഇനീഷ്യൽ ഓർഡേഴ്സ് ഒബ്റ്റെയിൻഡ്. ഇനീഷ്യൽ ഓർഡേഴ്സ് അല്ലെ. ഇപ്പൊ ഒരു രോഗി അഡ്മിറ്റ് ആയപ്പോ അയാൾക്ക് എന്തെങ്കിലും എന്താണ് MRI സ്കാനോ എന്തെങ്കിലും സ്കാനുകളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, പല ടെസ്റ്റുകള് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് ചെയ്യും? ആരോടാ പറയുന്നത്? ആരോട് പറയും? രോഗിനോടാണോ അല്ലെങ്കിൽ നഴ്സുമാരോടാണോ പറയുന്നത്? നഴ്സിനോട് പറയും അല്ലെ. നഴ്സുമാരോട് പറഞ്ഞിട്ടാണ് നഴ്സുമാര് ചെയ്യുന്ന വാർഡിലാണെങ്കിൽ
വാർഡിൽ ഒരു ഇൻചാർജ് ഉണ്ടാവും. ആ നഴ്സിനോട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇനീഷ്യൽ ഓർഡേഴ്സ് ഒബ്റ്റെയിൻഡ്. ഒരു രോഗിക്ക് എന്തെങ്കിലും ചികിത്സാപരമായിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് നടത്തണമെങ്കിൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, നഴ്സുമാരോട് പറയും. ആ നഴ്സാണ് വാർഡിൽ കിടക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ വാർഡിന്റെ ഇൻചാർജ് ഉണ്ടാവും. ആ ഇൻചാർജിനോട് പറഞ്ഞ് അയാൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ്, ഇൻഫോം ടു ഫ്ലോർ വാർഡ് നഴ്സ്. അതുപോലെ തന്നെ എന്താണ്, ഫ്ലോർ പല ഡിപ്പാർട്ട്മെന്റിലും പല വാർഡ് നഴ്സുമാരുണ്ടാവും അല്ലെ. ഇന്ന ഡിപ്പാർട്ട്മെന്റിന് ഇന്ന നഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ വാർഡിൽ ഇൻചാർജ് ഉണ്ടാവും. ഓക്കെ, പല ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ ഓർത്തോന്റെ ആണെങ്കിൽ ഓർത്തോയിൽ ഒരു ഇൻചാർജ് ഉണ്ടാവും, പീഡിയാട്രിക് ആണെങ്കിൽ പീഡിയാട്രിക്കിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ്, ഡോക്ടേഴ്സ്. ഓക്കെ, അപ്പൊ പല ഡിപ്പാർട്ട്മെന്റിലും പല നഴ്സുമാരുണ്ടാവും. അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആ നഴ്സിംഗ് ഇൻചാർജ് ആയിരിക്കും കേട്ടോ. ഡിപ്പാർട്ട്മെന്റില് പല ഡിപ്പാർട്ട്മെന്റിലും പല നഴ്സുമാരായിരിക്കും. വെച്ചാല് ഇപ്പൊ ഓർത്തോന് ഒരു ഇൻചാർജ് ഉണ്ടാവും, അതുപോലെ തന്നെ പീഡിയാട്രിക്കിന്റേതായിട്ടുള്ള ആ ഡിപ്പാർട്ട്മെന്റിലെ ആ നഴ്സിംഗ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ന്യൂറോ ആണെങ്കിൽ ന്യൂറോന്റെ ഡിപ്പാർട്ട്മെന്റില് ആ നഴ്സ് ഉണ്ടാവും കേട്ടോ. എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുന്നത് ഈ നഴ്സിനോടായിരിക്കണം. ഇനി എന്താണ്, ഇഷ്യൂ ദ വിസിറ്റേഴ്സ് പാസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ഇനി എന്ത് ചെയ്യണം, വിസിറ്റേഴ്സ് പാസ് അല്ലേ, അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികളെ കാണാനായിട്ട് നമുക്ക് എന്ത് വേണം, എന്താണ് വേണ്ടത്, പാസ് വേണം അല്ലെ. ഓക്കെ, അപ്പൊ വിസിറ്റേഴ്സ് പാസ് കൊടുക്കുന്നത് ആരാണ്, അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇന്ന ടൈം എന്നൊക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ കാലത്ത് ഇന്ന ടൈമിൽ വരണം, അതുപോലെ തന്നെ വൈകുന്നേരം ഇന്ന ടൈമിലാണ് ടൈം ഉണ്ടാവും. അപ്പൊ ആ ടൈമിൽ വേണം രോഗികളെ കാണാനായിട്ട് വിസിറ്റേഴ്സ് വരേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വിസിറ്റേഴ്സ് പാസ് കൊടുക്കുന്നതും ആരാണ്, അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, ലാസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. A minimum deposit amount is advised by the admission desk staff to be deposited to the accounts cash counter. അപ്പോ നമ്മളിപ്പോ അഡ്മിഷൻ സമയത്ത്, അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, പല റൂമുകൾ അല്ലെ, AC റൂം ഉണ്ടാവും, അതുപോലെ ചെറിയ റൂമുകൾ ഉണ്ടാവും, ഇത്തിരി വലുതുള്ള റൂമുകൾ ഉണ്ടാവും, അതുപോലെ പല കണ്ടീഷനുള്ള റൂമുകൾ ഉണ്ടാവും അല്ലെ. നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏത് റൂമാണ് ആവശ്യം, ചോദിക്കാറുണ്ടോ? അഡ്മിറ്റ് ആവുമ്പോ ചോദിക്കാറുണ്ട് അല്ലെ. രോഗികളുടെ കംഫർട്ട്നെസ് അനുസരിച്ച് നമുക്ക് അല്ലെ. ഇപ്പോ നല്ല പൈസയുള്ള ആളുകൾക്ക് ആണെങ്കിൽ ചിലപ്പോൾ AC റൂം വാങ്ങിക്കാറുണ്ട് അല്ലെ. അപ്പോ അങ്ങനെയുള്ള നമ്മുടെ ഇൻകം ലെവൽ അനുസരിച്ചിട്ട് നമ്മള് കംഫർട്ട് ആയിട്ട് നമ്മുടെ റൂമിന്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ അവരോട്. അപ്പൊ നമുക്ക് ചെറിയ റൂം ആണെങ്കിൽ അത്തരത്തിലുള്ള റൂമാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ കേട്ടോ. They will also draw out the estimate and gain you are selecting the relevant category of room. This amount varies depending upon the area or ward in which the patient is being admitted. The advance shall be adjusted against the final bill at the time of discharge. Those seeking the cashless route would have to visit the insurance desk or TPA desk for the hospitalization of the patient. അപ്പൊ നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ നമ്മൾ റൂം എടുക്കാറുണ്ട്. റൂം എടുക്കുമ്പോൾ പല റേഞ്ചിൽ, ചിലപ്പോൾ വാർഡിലായിരിക്കാം നമുക്ക് ഇഷ്ടം, അതുപോലെ തന്നെ ചെറിയ റൂമുകളായിരിക്കാം, പല റേഞ്ചിൽ AC റൂം ഉണ്ടാവാം. നമ്മളോട് അവർ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഏത് റൂമാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന റൂം പറയുമ്പോൾ ആ റൂം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, അഡ്വാൻസ് ആയിട്ട് കുറച്ച് ക്യാഷ് നമ്മള് പേ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ക്യാഷ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കുറച്ച് ക്യാഷ് അവർക്ക് കൊടുക്കണം. അപ്പൊ നമുക്ക് റൂം കിട്ടി, അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ഡിസ്ചാർജ് ആയി കഴിയുമ്പോ നമ്മൾക്ക് എന്ത് തരും അവര്, എന്ത് തരും, ഡിസ്ചാർജ് ആയി കഴിയുമ്പോ ഫൈനൽ ബില്ല് തരും അല്ലെ.
ഫൈനൽ ബില്ല് തരുമ്പോ എന്ത് ചെയ്യും, നമ്മള് നേരത്തെ കൊടുത്ത അഡ്വാൻസ് ആയിട്ട് നമ്മുടെ റൂമിൽ നിന്ന് നമ്മൾ ഒരു പൈസ കൊടുത്തിട്ടുണ്ടല്ലേ, ആ പൈസ കിഴിച്ചിട്ടാണ് എന്ത് ചെയ്യാറ്, ഫൈനൽ ബില്ല് നമുക്ക് തരാറ്. ക്ലിയർ ആയില്ലേ? ഓക്കെ. അതുപോലെ എന്താണ് തേർഡ് പാർട്ടി, ഇപ്പൊ ഇൻഷുറൻസ് ഒക്കെ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അതുപോലെ തന്നെ ഇൻഷുറൻസ് ഡെസ്ക് ഓർ TPA എന്ന് പറഞ്ഞാല് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, അവരാണ് എല്ലാ കാര്യങ്ങളും, ഇൻഷുറൻസിന്റെ എല്ലാ കാര്യങ്ങളും അവരാണ് ഡെസ്ക്. TPA എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാഫ് ഉണ്ടാവും കേട്ടോ, ഇൻഷുറൻസിനെ സംബന്ധിക്കുന്ന ഒരു സ്റ്റാഫ് ഉണ്ടാവും. ആ സ്റ്റാഫാണ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നത്. ക്ലിയർ ആയില്ലേ ആ പാരഗ്രാഫ്? ഓക്കെ ആണോ? നമുക്ക് എന്താണ്, ഒരു റൂം എടുക്കുന്നുണ്ടെങ്കിൽ ആ ബില്ല് നമ്മൾ കൊടുക്കും, അഡ്വാൻസ് ആയിട്ട് ക്യാഷ് കൊടുക്കും. എന്നിട്ട് നമ്മൾ അഡ്മിറ്റ് ആയി നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുമ്പോൾ ഫൈനൽ ബില്ല് നമുക്ക് തരാറുണ്ട്. ആ ഫൈനൽ ബില്ലിന് നമ്മൾ ആദ്യം കൊടുത്ത ആ ക്യാഷ് കുറച്ചിട്ടാണ് നമുക്ക് ഫൈനൽ ബില്ല് തരുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇൻഷുറൻസ് അവിടുത്തെ സ്റ്റാഫുകളാണ് ഉദ്ദേശിക്കുന്നത്, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫുകൾ. അവര് നമുക്ക് ചെയ്തു തരും, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. TPA എന്ന് പറഞ്ഞാല് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, എഴുതി വെക്കാട്ടോ, എക്സ്പാൻഡ് ഫോം ചോദിക്കാം. വായിച്ചു നോക്കിയേ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. ഈ പോയിന്റ് പറയണോ? ഈ പോയിന്റ് ഒന്നും കൂടി ഒന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കോ. ലാസ്റ്റ് പാരഗ്രാഫ് സിമ്പിൾ ആണ്, പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ആര് പറയും? ഈ ആണോ? ഇനീഷ്യൽ ഓർഡേഴ്സ് അല്ലെ? ഇനീഷ്യൽ ഓർഡേഴ്സ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇനീഷ്യൽ ഓർഡേഴ്സ് ഒബ്റ്റെയിൻഡ്. ആർക്കും മനസ്സിലായില്ലേ ഇനീഷ്യൽ ഓർഡേഴ്സ്? ഓക്കെ, ശ്രുതി പറഞ്ഞോളൂ കേട്ടോ, ശ്രുതി പറഞ്ഞു തരൂ കേട്ടോ. പറഞ്ഞു കൊടുത്തോളൂ. സാധാരണമായി ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ ആ വാർഡിലെ ഇൻചാർജിനോട് പറഞ്ഞിട്ട് ഡോക്ടർ അവർക്ക് വേണ്ട സഹായങ്ങൾ അവർ ചെയ്തു കൊടുക്കും. അതിനാണ് ഇനിഷ്യൽ ഓർഡർ ഒബ്റ്റെയിൻഡ് എന്ന് പറയുന്നത്. ഡോക്ടറുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഓർഡേഴ്സ് സ്വീകരിച്ചിട്ട് ഇപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും ടെസ്റ്റുകളോ അല്ലെങ്കിൽ MRI സ്കാനുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ആണ് നഴ്സുമാരോട് പറഞ്ഞിട്ട് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും രോഗിക്ക് ചെയ്തു കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, വായിച്ചു നോക്കട്ടോ, ഡോക്ടറിനെ ചോദിച്ചോളൂ.
അഡ്മിനിസ്ട്രേറ്റർ ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ അല്ല, അഡ്മിനിസ്ട്രേറ്റർ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. ഒന്ന് പറഞ്ഞു കൊടുത്തേ. എഫ് പോയിന്റ് ആര് പറയും? ഓക്കെ, പറഞ്ഞോളൂ. എന്താ ഫ്ലോർ വാർഡിലെ നഴ്സിനെ ഇൻഫോം ചെയ്യാം. ഇല്ലേ? ഇതാണ് ഇച്ചിരി ലാസ്റ്റ് സെന്റൻസ്. ഓക്കെ, ആര് പറയും ഇച്ചിരി ലാസ്റ്റ് സെന്റൻസ്? ആ പറഞ്ഞോളൂ. 2 മിനിറ്റ് കേട്ടോ. ആ പറഞ്ഞോളൂ. നമ്മള് ഹോസ്പിറ്റലില് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ചെറിയൊരു അക്കൗണ്ട് എന്തെങ്കിലും ക്യാഷ് നമ്മളെ കൊടുക്കണം. നമുക്ക് റൂമോ അല്ലെങ്കിൽ വാടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയതായിട്ട് ക്യാഷ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാം. ക്യാഷ് കൊടുക്കുക. പിന്നെ നമ്മൾ ഡിസ്ചാർജ് ടൈമിൽ ബില്ല് അടക്കണ സമയത്ത് ബാക്കിയും കൂടെ ബില്ല് പേയ്മെന്റ് ചെയ്യണ സമയത്ത് നമ്മൾ ക്യാഷ് അടച്ചു കൊടുക്കുക. പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ ഓലായിട്ട് കോണ്ടാക്ട് ചെയ്യാം. DPന്റെ ഫുൾ ഫോം പറയണോ ടീച്ചറെ? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. കുഞ്ഞു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. മോളാണ്. എ തുടങ്ങി എച്ച് വരെയുള്ള പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കേട്ടോ. നമ്മൾ പഠിച്ചു അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD. 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഫസ്റ്റ് വൺ റിസീവിംഗ് ദ പേഷ്യന്റ്, സെക്കൻഡ് വൺ റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. ഇനി തേർഡ് വൺ ആണ് മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. ഒന്ന് വായിച്ചു നോക്കിയ 3 പോയിന്റ്. സിമ്പിൾ ആണല്ലോ, പറയാൻ പറ്റുമാർക്കെങ്കിലും ഒന്ന് വായിച്ചു തരും.
തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വാങ്ങിച്ചു നോക്കിക്കോളൂ. മിസ്സിന് പറഞ്ഞു തരാൻ നോക്കട്ടെ ആരെങ്കിലും. സുലക്ഷ്മിന്റെ വായിച്ചു കഴിഞ്ഞാ? ഓക്കെ, ഓരോരുത്തരായിട്ട് പറയാം കേട്ടോ. ഫസ്റ്റ് ശ്രീലക്ഷ്മി. പറഞ്ഞേ നോക്കട്ടെ മിസ്, പറഞ്ഞോളൂ. നമ്മളൊരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവരുടെ സോഷ്യൽ ആയിട്ടുള്ള, അതായത് പേര്, വയസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ മെഡിക്കൽ ഹിസ്റ്ററി, പ്രഷറോ ഷുഗറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യും. അതിനുശേഷം പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ, BP, പൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. ആരാ റെക്കോർഡ് ചെയ്യുന്നത്? ഫിസിഷ്യൻ. ഓക്കെ, വെരി ഗുഡ്. ഇനി സെക്കൻഡ് പോയിന്റ് പറഞ്ഞു. സെക്കൻഡ് പോയിന്റ് 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. സെക്കൻഡ് പോയിന്റ് ആര് പറയും? ടീച്ചറെ ഞാൻ പറയാം. ആ, രമേശ്. ഫസ്റ്റ് മുതൽ 3 പോയിന്റും പറയട്ടെ മിസ്സേ. പറഞ്ഞു. നമ്മൾ ഒരു പേഷ്യന്റിന്റെ ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അത് ഫിസിഷ്യൻ, അതായത് ഡോക്ടർ ഒരു OPD ഡിപ്പാർട്ട്മെന്റ് ആയ കാരണം ഒക്കെ ഔട്ട് പേഷ്യന്റ് അല്ലേ, അപ്പോ ഫിസിഷ്യൻ ഓർ ഡോക്ടർ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ, BP, പൾസ് എല്ലാതും റെക്കോർഡഡ് ആവും. അതിൽ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ, അതായത് എക്സ്റേ, ലാബ് ടെസ്റ്റ്, ഇതൊക്കെ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ അതിൽ ഡോക്ടേഴ്സിന് എന്തെങ്കിലും അഡ്മിറ്റ് ആവേണ്ട കേസസ് വരികയാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ഡെസ്കിന് ഈ കേസ് ഷീറ്റ് നൽകും. പറയാ ശ്രുതി. മിസ്, ഫസ്റ്റ് നമ്മള് അഡ്മിറ്റ് ആവേണ്ട പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ, BP, പൾസ്, റെസ്പിറേഷൻ ഒക്കെ റെക്കോർഡ് ചെയ്യണം. നെക്സ്റ്റ് അവർക്ക് എന്തെങ്കിലും ഫർദർ പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ അവർക്ക് എക്സ്റേ, ലാബ് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം. നെക്സ്റ്റ് അവർക്ക് തേർഡ് പോയിന്റ് എന്താ മിസ്, മനസ്സിലായില്ല. അവർക്ക് അഡ്മിറ്റ് ആവുന്ന കേസ് ആണെങ്കിൽ അവരുടെ കേസിലേക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യുന്നു. ഇനി പറയുന്നുണ്ടോ? ഇനി പറയാം മിസ്സേ. ആദ്യം പേഷ്യൻസിന്റെ സോഷ്യലും മെഡിക്കൽ ഹിസ്റ്ററിയും റെക്കോർഡ് ചെയ്യും. അതായത് പേര്, ഏജ് ഡീറ്റെയിൽസ്, പിന്നെ ടെമ്പറേച്ചർ, പൾസ്, BP അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യും. അതിനുശേഷം വല്ല ഇൻവെസ്റ്റിഗേഷൻ, അതായത് എക്സ്റേ, ലാബ് ടെസ്റ്റ് ഒക്കെ വേണമെങ്കിൽ എന്താ ഡിസീസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അത് നടത്തും. അതിനുശേഷം അത് കണ്ടെത്തിയതിനു ശേഷം ഏത് വാർഡിലേക്ക് എന്ന് പേഷ്യന്റിനെ മാറ്റേണ്ടതുണ്ടെങ്കിൽ ആ വാർഡിലേക്ക് ഇൻഫോം ചെയ്തിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തിടും. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. പറഞ്ഞു. സിസ്റ്ററിന് പറയുന്നുണ്ടോ? മാം, ഫസ്റ്റ് ഹിസ്റ്ററി എടുക്കുക. സെക്കൻഡ് പേഷ്യന്റെ വൈറ്റൽസ് ചെക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് അവരുടെ ലാബ്, എക്സ്റേ, ടെസ്റ്റ് എല്ലാം അവരുടെ ഡയഗ്നോസിസ്, അതിന്റെ അവര് എന്താണ് ഡിസീസ് കണ്ടീഷൻ, അതെല്ലാം നമ്മൾ മീൻസ് ചാർട്ടിൽ രേഖപ്പെടുത്തി വെക്കുക.
പിന്നെ ഏത് വാർഡിലാണോ അത് കഴിഞ്ഞ് നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഫർദർ ആഫ്റ്റർ ഉള്ള ഇൻവെസ്റ്റിഗേഷൻസും ട്രീറ്റ്മെന്റും ഒക്കെ ആ വാർഡിൽ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നതിന്റെ അനുസരിച്ചുള്ളതാണ് മുന്നോട്ട് പിന്നെ പോകാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്റ്റാഫ് അഡ്മിഷൻ ഡെസ്കിൽ നിന്ന് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം ഷീറ്റിൽ അവരുടെ അഡ്മിഷൻ നേഴ്സസ് നോട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുക. പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞപ്പോ ക്ലിയർ ആയോ? ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്കെ അല്ലേ? ഓക്കെ, ഫസ്റ്റ് പേഷ്യന്റ് വരുമ്പോ സോഷ്യൽ ആയിട്ടുള്ളതും മെഡിക്കൽ ഹിസ്റ്ററീസ് അല്ലെ, പേര് നെയിം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പേര് നെയിം സെക്സ് അഡ്രസ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യും. ഫിസിഷ്യൻ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൂടാതെ അദ്ദേഹം എന്തുകൂടി നോക്കും, പേഷ്യൻസിന്റെ ടെമ്പറേച്ചർ നോക്കാറുണ്ട്, BP, പൾസ്, ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ശ്വസനം അല്ലെ. ഓക്കെ, ശ്വസനം എന്ത് ചെയ്യുന്നുണ്ട് അതും ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്, എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതിന് അയാളെ വിടും അല്ലെ. ലാബ് ടെസ്റ്റുകളോ എക്സ്റേയോ അല്ലെങ്കിൽ MRIയോ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അയക്കും. അതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തില് ഇൻവെസ്റ്റിഗേഷന്റെ അടിസ്ഥാനത്തില് ഡോക്ടർ എന്ത് ചെയ്യും, രോഗിയെ വാർഡിലേക്ക്, ഏത് വാർഡിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട്, പല രോഗികളും വരുമല്ലോ, ചിലപ്പോ ഓർത്തോയിലേക്കായിരിക്കാം, ചിലപ്പോ എന്താണ് ചിലപ്പോ ഓർത്തോണ്ട് ENT അങ്ങനെ പല പല വാർഡുകളുണ്ട് അല്ലെ. അപ്പൊ പല വാർഡിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോ ഹൃദയ സംബന്ധമായിട്ട് വരുന്ന ഇതാണെങ്കിൽ ചിലപ്പോ അയാളെ സ്കാനൊക്കെ ചെയ്തതിനു ശേഷം കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഏത് അസുഖമായിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അതിനെ അദ്ദേഹത്തിന്റെ ഏത് വാർഡിലേക്കാണോ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അസുഖം എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കേസ് ഷീറ്റുകളൊക്കെ ക്രമീകരിച്ചു കൊടുക്കുന്നത് ആരാണ്? അഡ്മിഷൻ ഡെസ്ക് സ്റ്റാഫുകളാണ്. ക്ലിയർ ആയില്ലേ 3 കാര്യങ്ങളും? ആദ്യം എല്ലാ കാര്യങ്ങളും ഹിസ്റ്ററി എഴുതി, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ടെമ്പറേച്ചർ, BP ഇതൊക്കെ നോക്കും. അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഇൻവെസ്റ്റിഗേഷന്റെ അടിസ്ഥാനത്തില് അദ്ദേഹത്തിനെ, ആ പേഷ്യന്റിനെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതിനുള്ള അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും കേസ് ഷീറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്, മെഡിസിനുമായിട്ട് ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. അതിനെയാണ് കേസ് ഷീറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കേസ് ഷീറ്റുകൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്, റെഡിയാക്കി കൊടുക്കുന്നത് അഡ്മിഷൻ ഡെസ്ക് സ്റ്റാഫാണ്. ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു.